മക്കയുടെ പ്രാന്തപ്രദേശത്തിലേക്ക് കടന്നു വന്നപ്പോ അവിടെയുള്ള മനുഷ്യർ മുഴുവനും കള്ളാറിൽ കടന്ന് കുളിക്കുന്നവരായിരുന്നു. വ്യഭിചാരിണികളായ പെണ്ണിന്റെ വീടുകളിൽ ശാന്തിയിടുന്നവരായിരുന്നു. അതുപോലെ ജനിക്കുന്നത് പെൺമക്കളാണെന്നറിഞ്ഞാൽ പരസ്യമായി വലിയ കുഴികുത്തി മൂടുന്ന അപരിഷ്കൃതരായ അറബി സമൂഹമാണ് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചതോ. അതുപോലൊരു കാലഘട്ടത്തിലേക്ക് നവലോകക്രമം മാറുമ്പോ ഹബീബായ റസൂലുള്ള മുന്നോട്ട് വെച്ച ആശയമാണ് നമുക്കിവിടെ പഠിപ്പിക്കാനുള്ളത്. ഇന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുമകൻ സ്കൂളിൽ പോയിട്ടോ കള്ളുകുടിയെ കുറിച്ച് വിശദീകരിച്ച് ടീച്ചറോട് പറയുമ്പോ, ടീച്ചറെ എന്റെ പിതാവിന്റെ മദ്യക്കുപ്പിയിൽ നിന്ന് ഞാൻ മദ്യം നുകർന്നിട്ടാണെന്ന് ക്ലാസ്സിലേക്ക് വന്നതെന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഭൂമിയുടെ നീക്കുപോക്കലുകളോ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളോ നല്ല രീതിയിൽ അറിയാൻ പക്വതയും പാകതയും എത്താത്ത ഒരു പെഞ്ചുവന്നിന്റെ ഹൃദയത്തിൽ നിന്നോ അതരങ്ങളിൽ നിന്നൊരു ടീച്ചർക്ക് കേൾക്കേണ്ടി വന്ന ഇത്തരം വർത്തമാനങ്ങളോ ഇവിടെ ഇതുപോലെയുള്ള അരുതായ്മകൾ പൊന്തുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന അപരിഷ്കൃതരായ അറബ് സമൂഹത്തെ മാറ്റിത്തിരുത്തിയ അതുപോലൊരു തിയറിയാണ് ഇവിടെ വേണ്ടത്. ഹബീബായ റസൂലുള്ള ആദ്യം കടന്നു വന്നിട്ട് നിങ്ങൾ മദ്യം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞില്ല, നിങ്ങൾ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞില്ല, നിങ്ങൾ മോഷ്ടിക്കരുതെന്ന് പറഞ്ഞില്ല. റസൂലുള്ള പറഞ്ഞതോ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. നൂറുകണക്കിന് ദൈവങ്ങളെയും ചിഹ്നങ്ങളെയും ആരാധിച്ചിരുന്നൊരു ജനസഞ്ചയത്തിന്റെ മുന്നിലേക്ക് വന്നു റസൂലുള്ള പറയുകയാണോ, നിങ്ങൾ അടിമകളെ ആരാധിക്കുന്നതിന് പകരം ഉടമകളെ ഉടമയെ ആരാധിക്കുന്നതിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് റസൂലുള്ള ആദ്യമായി അല്ലാഹുവിനെ പരിചയപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു, അല്ലയോ അറബികളെ, നിങ്ങൾ മദ്യം ഉപയോഗിക്കരുത്, അത് മദ്യം വിഷമാണ് എന്നൊരു നിയമമല്ല ആദ്യം നടപ്പാക്കിയതോ. അവിടെ വന്ന് ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തപ്പോ കള്ള് ഹറാമാണെന്ന വിശുദ്ധമായ ഖുർആനിന്റെ വാക്യം വന്ന സമയത്തോ മദീനയുടെയും മക്കയുടെയും തെരുവീതികളിലൂടെ ബ്യാരലുകണക്കിന് മദ്യങ്ങളെങ്ങനെ ഒഴുകിയെന്നോ ചരിത്രങ്ങൾ നമ്മളോട് പറയുമ്പോ, അതുപോലെ നല്ല സൗന്ദര്യവതിയായൊരു പെണ്ണ് മുന്നിൽ വന്നു നിന്നാലും സ്വഹാബാക്കളോ അതുപോലെയുള്ള അറബികളോ അവരിലേക്ക് നോക്കാത്ത രീതിയിലോ ഒരു ഇന്റേണൽ പ്രോസസ് റസൂലുള്ള എന്ന് ആദ്യം കാണിച്ചു കൊടുക്കൂ. അതുകൊണ്ട് എന്റെ ഈമാനുള്ള ഉപ്പ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, നമ്മുടെ മക്കളെ ആദ്യമായി പഠിപ്പിക്കേണ്ടതോ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമാണോ? ഇസ്ലാമിക കലാലയങ്ങളിലേക്ക് പറഞ്ഞുവിട്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം അവന്റെ ഹൃദയത്തിലേക്ക് നമ്മളാക്കി കൊടുത്താൽ നമുക്ക് ഭാവിയിൽ വിഷമിക്കേണ്ടി വരില്ല. ഏത് മദ്യത്തിന്റെ കൊലയാളികൾ വന്ന് മാടി വിളിച്ചാലോ, കഞ്ചാവിന്റെ റാക്കറ്റുകൾ വന്നവനെ അവനെ കഴുത്തു പിടിച്ച് കൊണ്ടുപോയാലോ, അതുപോലെ വ്യഭിചാര